ഏതായാലും നമ്മൾ ഗുഡ് മോർണിംഗ് കേരളം തുടരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തൽക്കാലം തുടരും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുധാകരനെ നിലനിർത്തിക്കൊണ്ട് തന്നെ പുനഃസംഘടനയിലേക്ക് കടക്കാം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡ് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് VD സതീശനാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് സുധാകരനെ മാറ്റും എന്ന തരത്തിൽ വലിയ വാർത്തകൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്ന വാർത്തകളാണ് എന്ന ഒരു നിഗമനത്തിലാണ് സുധാകരൻ വിഭാഗമുള്ളത്. അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് VD സതീശനുമായി അടുപ്പമുള്ള ചില മാധ്യമ പ്രവർത്തകരെ തന്നെയാണ്, VD സതീശൻ ക്യാമ്പിനെ തന്നെയാണ്. അപ്പോൾ ഏതായാലും സുധാകരൻ തൽക്കാലത്തേക്ക് തുടരുമെന്നത് വലിയൊരു തിരിച്ചടി തന്നെയാണ് VD സതീശനെ സംബന്ധിച്ച്. സുധാകരന്റെ നിലപാടുകൾക്ക് ഹൈക്കമാൻഡ് അംഗീകാരം നൽകുമ്പോൾ ഇനി എന്തായിരിക്കും കോൺഗ്രസിലെ രാഷ്ട്രീയ കാലാവസ്ഥ? സിബി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സിബി, ഇന്നലെ AICCയുടെ വിളിച്ച മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ. ആ മീറ്റിംഗിൽ ഏതായാലും കെ സുധാകരൻ തുടരും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സുധാകരനെ നിർത്തിക്കൊണ്ട് തന്നെ ഒരു പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ആ പുനഃസംഘടന എന്ന് പറയുമ്പോൾ ഒഴിവുള്ള ഇടങ്ങളിലേക്ക് ആളുകളെ നിയമിക്കുക അല്ലെങ്കിൽ നിയോഗിക്കുക എന്നതാണോ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ VD സതീശനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയല്ലേ? മനു, തീർച്ചയായും ഇന്നലെ വളരെ നാടകീയവും രസകരവുമായ സംഭവവികാസങ്ങളായിരുന്നു ഇന്നലെ ഈ കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ കണ്ടത്. പ്രത്യേകിച്ച് കേരള ഹൗസിൽ തുടങ്ങുന്ന ഒരു നാടകീയമായ നീക്കം ഇന്നലെ ഹൈക്കമാൻഡ് ദില്ലിയിലെ ഇന്ദിരാഭവനിൽ അവസാനിക്കുകയും ചെയ്തു. എന്തായാലും ഈ പുനഃസംഘടന തീരുമാനിച്ചു വന്ന ആളുകളും അതോടൊപ്പം തന്നെ പുതിയ KPCC അധ്യക്ഷനാകാൻ വന്ന ആളുകളും മറ്റുള്ള പല നേതാക്കളുടെയും പിന്തുണ നേടിയവരെല്ലാം തന്നെയും പിന്നീട് VD സതീശൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും വളരെ അതൃപ്തിയോടെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല KPCCയിൽ താൽക്കാലികമായ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് ഇപ്പോൾ ഹൈക്കമാൻഡും അവകാശപ്പെട്ടുകൊണ്ട് ആ ഒരു തൃപ്തിയിൽ അവരും പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കാൻ ഹൈക്കമാൻഡിനായോ എന്നുള്ള ചോദ്യം ഇപ്പോഴും വരുന്നു. കാരണം ഇതിൽ ഇന്നലെ തന്നെ നമുക്കറിയാം ഭൂരിഭാഗം പേരും KPCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരൻ മാറണമെന്ന അഭിപ്രായമാണ് ഉയരുന്നതെന്ന് ഒരു പ്രതീതി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രത്യേകിച്ച് VD സതീശൻ്റെ പക്ഷമെല്ലാം തന്നെയും പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ബെന്നി ബെഹ്നാൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെയും ഇവിടെ എത്തി അത്തരത്തിലെല്ലാം തന്നെയും ഈ കേരള ഹൗസിൽ വലിയ കൂടിയാലോചനയൊക്കെ നടത്തി. പക്ഷേ ഹൈക്കമാൻഡിന് മുന്നിൽ ഇപ്പോൾ ഇന്നലെ ദീപദാസ് മുൻഷി കേരളത്തിലെ ചുമതല ജനറൽ സെക്രട്ടറി വ്യക്തമാക്കിയത് ഈ ഒരു സംസ്ഥാന നേതൃ പദവി സംബന്ധിച്ച് അജണ്ടയിലേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ ഇപ്പോൾ ഈ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐക്യത്തോടെ മുന്നിട്ട് പോവുക എന്നൊരു വലിയ രീതി അത്തരൊരു ആഹ്വാനമാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്ക് നൽകിയത്. ഈ രീതിക്ക് പോയാൽ ഇനി ശരിയാവില്ല എന്ന് കൃത്യമായി ഹൈക്കമാൻഡ് ധരിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഒരു നേതൃസ്ഥാനം അല്ലെങ്കിൽ കെ സുധാകരൻ മാറ്റി നടക്കുന്ന തീരുമാനങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നും പറയുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിനെതിരെ വളരെ വലിയ രീതിയിൽ വലിയ വിമർശനം ഉയർന്നു എന്നുള്ളതാണ്. കാരണം അത് സംസ്ഥാന നേതാക്കൾക്ക് കൃത്യമായി വിമർശിക്കാം. കാരണം അത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ് ശശി തരൂരിനെതിരായ വിമർശനം എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ എല്ലാവരും പരസ്പരം മത്സരിച്ചുകൊണ്ട് തരൂരിനെതിരെ വളരെ വലിയ വിമർശനം ഉയർത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണ് ശശി തരൂരിനെ മുന്നിൽ നിർത്തുകൊണ്ട് KC വേണുഗോപാൽ പറഞ്ഞത്. ഇനി പല കാര്യങ്ങളും അഭിപ്രായങ്ങളും പല ചിന്തകളൊക്കെ ഉണ്ടാകാം. അതെല്ലാം തന്നെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയരുത്. മാത്രമല്ല കൃത്യമായ കർശനമായ നിരീക്ഷണം ഉണ്ടാകുന്ന താക്കീത് കൂടി നൽകുന്നു. എന്തായാലും ഇന്നലെ ചെറിയൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നമുക്കറിയാം. ഇതിനു മുമ്പും ഇതുപോലെ പലതവണ സംസ്ഥാന നേതാക്കളെ വിളിച്ചു ചേർത്തല്ല. ഞാനത് ആലോചിക്കുകയായിരുന്നു. പലതവണ ഇത്തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പലതവണ നമ്മൾ ഇത് കണ്ടതാണ്. പലപ്പോഴും പുറത്തിറങ്ങി വന്ന് പലതും വിളിച്ചു പറയുകയും പിന്നീട് ഹൈക്കമാൻഡ് ഇടപെടുമ്പോൾ തൽക്കാലത്തേക്കൊക്കെ വെടിനിർത്തലൊക്കെ പലവട്ടം കണ്ടതാണ്. ഇതൊക്കെ നടപ്പാകാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? മറ്റൊന്ന്, ഇന്നലെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞത് ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന പ്രതിജ്ഞയാണ് എടുത്തത്, കേരളം തട്ടിയെടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഗോവയിൽ ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു പ്രതിജ്ഞ എടുത്തിരുന്നു, ആരും BJPയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞിട്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പ്രതിജ്ഞ എടുത്ത പ്രതിപക്ഷ നേതാവ് അടക്കം അന്ന് BJPയിൽ പോകുന്നത് നമ്മൾ അവിടെ കണ്ടതാണ്. അപ്പോൾ പ്രതിജ്ഞകളൊക്കെ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. സിബി, മനു, എന്തായാലും ഇത് പല നേതാക്കളുടെയും ഒരു ശരീരഭാഷ അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജിന് കൃത്യമായത്. കാരണം ഈ യോഗത്തിന് തൊട്ട് മുൻപ് തന്നെ കെ സുധാകരൻ അടക്കമുള്ള അല്ലെങ്കിൽ കെ സുധാകരൻ്റെ വളരെ ക്ഷുഭിതനായിട്ടാണ് കെ സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് അങ്ങ് മോളിൽ പോയി ചോദിക്കൂ എന്നുള്ളൊരു രീതിയിൽ വളരെ വലിയ രീതിയിൽ ക്ഷോഭിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ്റെ ഭാഗത്തുണ്ടായി. കാരണം ഈ ഒരു വാർത്തകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് മാറും എന്ന രീതിയിലൊരു പ്രതീതി ഉണ്ടായി. മാത്രമല്ല പല നേതാക്കളും മുല്ലപ്പള്ളി അടക്കമുള്ള ആളുകളിൽ കത്തയക്കുന്നു. പലരും
പരസ്യമായി തള്ളിപ്പറയുന്നു. വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുന്നു, കൂടിയാലോചന നടത്തുന്നു. ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തലയുമായി കൂടിയാലോചന നടത്തുന്നു. അങ്ങനെ വളരെ നാടകീയമായ രസകരമായ കാഴ്ചകളായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഇത് KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റമുണ്ടാകുമോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് വന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം വളരെ ക്ഷുഭിതനായി അങ്ങ് മോളിപ്പോയി ചോദിക്കുന്നത് അദ്ദേഹം ചോദിച്ചുകൊണ്ട് അദ്ദേഹം പോയത്. പക്ഷേ അതിനുശേഷം ഈ യോഗത്തിന് ശേഷം സുധാകരൻ അധ്യക്ഷനായി തുടരുമെന്ന ഒരു വാർത്തയ്ക്ക് ശേഷം അദ്ദേഹം വളരെ ഈ കൊച്ചു കേരളം ഞങ്ങൾ പിടിക്കും, ഐക്യത്തോടെ പിടിക്കുമെന്ന രീതിയിൽ സുധാകരൻ വളരെ വൈകാരികമായി പറയുന്ന, സന്തോഷത്തോടെ പറയുന്ന, അദ്ദേഹത്തിൻ്റെ സന്തോഷം ആ മുഖത്ത് വായിക്കാമായിരുന്നു. എന്തായാലും വി ഡി സതീശനെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ വി ഡി സതീശൻ്റെ പ്രതികരണം ചോദിക്കുമ്പോൾ പോലും അദ്ദേഹം ഇങ്ങനെ വായ് അടച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ച കണ്ടു. അദ്ദേഹം ഒന്നും മിണ്ടരുതെന്നാണ് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം, ഞാനത് പാലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വളരെ മൗനിയായിട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി കണ്ടു. അങ്ങനെ ഓരോ നേതാക്കന്മാരെയും ബോഡി ലാംഗ്വേജിൽ ഇത് എത്രത്തോളം അവർക്കെല്ലാം തൃപ്തിയായി എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. എന്നാലും ഹൈക്കമാൻഡ് ഇന്നലെ നൽകിയ നിർദ്ദേശം നമുക്കറിയാൻ കഴിയുന്നത് ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് പച്ച തൊടാൻ കഴിയില്ല എന്ന് കൃത്യമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനോ എന്തെങ്കിലും ഒരു വിജയം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളൊരു നിർദ്ദേശം കൃത്യമായി നൽകി. ആ രീതിക്ക് ഒരു സുധാകരനെ തുടച്ച സാഹചര്യം എന്താണ് സിബി? സുധാകരനെ തുടച്ച സാഹചര്യം എന്താണ്? ഒന്ന്, ഇനി സുധാകരനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എങ്ങനെയായിരിക്കും പ്രതികരണം എന്ന ആശങ്ക ഹൈക്കമാൻഡിനുണ്ടായിരുന്നു. അതാണോ? ഒപ്പം തന്നെ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാകട്ടെ, കെ മുരളീധരനാകട്ടെ, ശശി തരൂരാകട്ടെ, വി ടി ബൽറാം ആകട്ടെ, ഇവരെല്ലാവരും അപ്രതീക്ഷിതമായി സുധാകരന് പിന്തുണയുമായി എത്തിയതും കണ്ടു. അപ്പോൾ ആ ഒരു ചേരിയുടെയൊക്കെ ബലമാണോ? എന്താണ് സുധാകരനെ തുണച്ചത്? മനു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുന്നതല്ല സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധി എന്ന് കൃത്യമായി ഹൈക്കമാൻഡ് അറിയാം. അത് രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ, മുതിർന്ന നേതാക്കൾ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം കെ സുധാകരനെ മാറ്റി പുതിയൊരാൾ വന്നാൽ ഇത് പുതിയൊരാൾ ആരാണെന്ന കാര്യത്തിലും ഒരു വലിയ ആശങ്കയുണ്ട്. അത് പുതിയൊരാൾ വന്നാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറും. മാത്രമല്ല നമുക്കറിയാം, നേരത്തെ AI ഗ്രൂപ്പുകളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ തമിഴ്നാട്ടിൽ തുടരുമ്പോഴാണ് ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും VM സുധീരനെയൊക്കെ വെച്ചുകൊണ്ട് ഒരു മറ്റൊരു മുഖം കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചത്. നമുക്കറിയാം അതൊക്കെ പൂർണ്ണമായി പരാജയപ്പെടുകയും ഒന്നിന് ഇവർ ഇട്ടിച്ച് ഓടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ പിന്നീട് ഇവരെ ആ ഒരു കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയാതെ ഇവർ സ്വയം രാജിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം കൂടി സംസ്ഥാന കോൺഗ്രസിലുണ്ട്. അത് വ്യക്തമായി ഹൈക്കമാൻഡ് അറിയാം. അവിടെ കെ സുധാകരനെ മാറ്റിയാൽ മാത്രം തീരുന്നതല്ല കോൺഗ്രസിലെ പ്രതിസന്ധി എന്നുള്ളത് കൃത്യമായി അറിയാം. ആ ഒരു തമ്മിലടി വളരെയധികം രൂക്ഷമാണെന്നും അത് പണ്ടേ മുതലുള്ളതാണ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ രൂക്ഷമായി. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള ഈ തമ്മിലടി വളരെയധികം രൂക്ഷമാകുകയും മുഖ്യമന്ത്രിയാകാൻ താനാണ് ഏറ്റവും കൂടുതൽ യോഗ്യൻ, സംസ്ഥാന അധ്യക്ഷനാകാൻ താനാണ് ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെയധികം തമ്മിലടി രൂക്ഷമാകുന്നത് ഹൈക്കമാൻഡ് നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കെ സുധാകരനെ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമല്ല കോൺഗ്രസിലുള്ളതെന്ന് വ്യക്തമായി ഹൈക്കമാൻഡ് അറിയാം. അത് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങിയതും. ശരി, ഏതായാലും ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. കെ സുധാകരൻ തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വി ഡി സതീശനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് മുന്നോട്ട് പോവുക? ഈ വെടിനിർത്തലൊക്കെ എത്ര ദിവസം പാലിക്കപ്പെടും? പരസ്യ പ്രതികരണങ്ങളൊക്കെ എത്ര ദിവസം ഇല്ലാതിരിക്കും? കാരണം ഇതൊന്നുമില്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എത്രയോ കാലങ്ങളായി അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്.